അങ്ങനെ തിരഞ്ഞെടുപ്പ് ദിനത്തിലെ മുഖ്യമന്ത്രിയുടെ സ്ത്രീലമ്പട പരാമർശം വൻ വിവാദമായിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ പ്രതികരിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യൻ. ഇത്രയും നാളും പ്രതികരിക്കാതിരുന്ന മുഖ്യൻ വായ തുറന്നപ്പോൾ തന്നെ വൻ വിവാദം തന്നെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ഇതിനെതിരെ കടുത്ത ഭാഷയിൽ തന്നെയാണ് കോൺഗ്രസ് നേതാക്കൾ ഇരട്ടച്ചങ്കന് മറുപടി നൽകിയിരിക്കുന്നത്. മുഖ്യന് ഇരട്ടത്താപ്പാണെന്നും ആദ്യം CPM-ലെ സ്ത്രീലമ്പടരെ നിലയ്ക്ക് നിർത്തട്ടെ എന്നുമാണ് ചെന്നിത്തല പ്രതികരിച്ചത്. കൂടാതെ സ്ത്രീലമ്പടരെ CPM സംരക്ഷിക്കുന്നതായും ചെന്നിത്തല പറഞ്ഞു. അതേസമയം മുഖ്യന് അതേ നാണയത്തിൽ തന്നെ ചുട്ട മറുപടി നൽകുകയാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുഖ്യന്റെ മന്ത്രിസഭയിൽ ലൈംഗിക അപവാദ കേസിൽപ്പെട്ട എത്ര പേരുണ്ടെന്ന് എണ്ണി നോക്കിയാൽ നന്നായിരിക്കുമെന്നാണ് സതീശന്റെ മറുപടി. ഇവർക്കൊക്കെ പുറമെ മുൻ KPCC പ്രസിഡന്റ് K സുധാകരനും രംഗത്ത് വന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി തന്നെ ഇത്തരത്തിലൊരു പരാമർശം നടത്തിയാൽ എന്ത് ചെയ്യുമെന്നാണ് സുധാകരൻ ചോദിക്കുന്നത്. കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ചേർന്ന പ്രസ്താവനയല്ല മുഖ്യമന്ത്രി നടത്തിയത്. അന്തസ്സും മാന്യതയും ഉണ്ടെങ്കിൽ പ്രസ്താവന മുഖ്യമന്ത്രി പിൻവലിക്കണമെന്നായിരുന്നു KPCC വർക്കിംഗ് പ്രസിഡന്റ് AP അനിൽകുമാർ വിമർശിച്ചത്. സത്യത്തിൽ സ്വന്തം പാർട്ടിയിലെ തന്നെ പീഡന വീരന്മാർക്കെതിരെ ആദ്യം നടപടിയെടുത്തിട്ട് മറ്റുള്ളവർ വിമർശിക്കുന്നതല്ലേ നല്ലത്? രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതികൾ ഉയർന്നപ്പോൾ തന്നെ മുന്നും പിന്നും നോക്കാതെയാണ് കോൺഗ്രസ് രാഹുലിനെതിരെ നടപടികൾ എടുത്തത്. വീണ്ടും പരാതികൾ ഉയർന്നു വന്നപ്പോൾ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വം പോലും രാഹുലിൽ നിന്നും എടുത്തുമാറ്റി. അങ്ങനെ വളരെ മാതൃകാപരമായ രീതിയിലുള്ള നടപടികൾ തന്നെയാണ് കോൺഗ്രസ് ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ളത്. പാർട്ടി എന്നും സ്ത്രീപക്ഷത്ത് തന്നെയാണ് നിലകൊണ്ടിട്ടുള്ളത്. ഇനി അങ്ങോട്ടും അങ്ങനെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ രാഹുൽ വിഷയം ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ ബാധിക്കില്ല എന്ന് ഉറപ്പാണ്. അങ്ങനെ കോൺഗ്രസിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് താഴെയിടാൻ പറ്റില്ല. കോൺഗ്രസിൽ ഇത്തരത്തിലുള്ളവർക്കെതിരെ പെട്ടെന്ന് തന്നെ നടപടികൾ എടുക്കുന്നുണ്ട്. എന്നാൽ സ്ത്രീലമ്പടർ എന്ന് പറഞ്ഞ മുഖ്യന്റെ CPM-ൽ എന്താണ് സംഭവിക്കുന്നത്? ഇത്തരത്തിലുള്ളവർക്ക് വളം വെച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. പീഡന കേസിൽ കുറ്റാരോപിതനായ മുകേഷിനെതിരെ ഇതുവരെ എന്തെങ്കിലും സർക്കാർ ചെയ്തിട്ടുണ്ടോ? ഇപ്പോഴും MLA ആയി തന്നെ തുടരുകയാണ് അയാൾ. പാർട്ടിയിൽ നിന്നും പുറത്താക്കുക പോലും ഇതുവരെ ചെയ്തിട്ടില്ല. അതുകൊണ്ട് ആദ്യം സ്വന്തം പാർട്ടിയും മന്ത്രിസഭയും ഒക്കെ ഒന്ന് ശുദ്ധീകരിക്കാൻ, പിന്നീടാവാം മറ്റുള്ള പാർട്ടികളെ വിമർശിക്കുന്നത്.